ദൈവത്തിൻ്റെ വിലയേറിയ വചനം നമുക്ക് നൽകപ്പെട്ടതിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കുണ്ട്. പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവവചനം ഒരിക്കലും ഒരു ഭാരമായിട്ട് നാം കാണരുത്. അത് നമ്മെ കാവൽ ചെയ്യുന്നു. ദൈവവചനം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു, വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് വചനത്തെ കൂടുതൽ നാം സ്നേഹിക്കണം, പഠിക്കണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. കാരണം ദൈവം തൻ്റെ വചനം എഴുതിയത് നമ്മെ ശിക്ഷിക്കുവാനല്ല, നാം പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ്. വചനമുള്ള ഹൃദയം സുരക്ഷിതമാണ്. വചനത്തിൽ നടക്കുന്ന ജീവിതം വിശുദ്ധമായ ജീവിതമായിരിക്കും. ഇരുട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളേറെയാണ്. പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിലോ അപകടങ്ങൾ ഒഴിവാകും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. പാപത്തിൻ്റെ കനത്ത ഇരുട്ടിൽ വീഴാതിരിപ്പാൻ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതാണ് ദൈവവചനം. അത് നമ്മുടെ ഹൃദയത്തിൽ നാം ധ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ചിന്തകളെ വചനം ശുദ്ധീകരിക്കുന്നു. നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളും ദുഷ്ടചിന്തകളും സ്വാർത്ഥതകളും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ദൈവവചനത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. നാം ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ മലിനതകൾ കാണുന്നത് പോലെ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അശുദ്ധി, മലിനതകൾ കാണുവാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണത്തിനാണ്. അതുമാത്രമല്ല, വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ ശത്രു പാപം ചെയ്യുവാൻ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ പാപത്തെ പ്രതിരോധിക്കുവാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് സാധിക്കും. പിതാവ് മകനെ ശാസിക്കുന്നത് തൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ തിരുത്തും. അത് കരുണയുള്ള ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. ഈ വചനത്തിൽ ഒരു പിതാവിൻ്റെ ഹൃദയം നമുക്ക് കാണുവാൻ കഴിയും, കരുതൽ കാണുവാൻ കഴിയും. നാം ആരും നഷ്ടപ്പെടുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ സന്തോഷം നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. അതുകൊണ്ട് വചനം കേൾക്കുന്നത് അനുഗ്രഹമാണ്, അനുസരിക്കുന്നത് അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. വചനം ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ അത് പാപത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മെ രക്ഷിക്കുന്നു. നാം വായിച്ച ദൈവവചനത്തിൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാണ് ഇത് എഴുതുന്നത്. ദൈവവചനം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അത് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ വേണ്ടി ആകുന്നു എന്ന് മനസ്സിലാക്കണം. അറിവ് വർദ്ധിപ്പിക്കുവാനല്ല, അറിവ് ചീർപ്പിക്കുന്നു എന്നാണല്ലോ. ആരെങ്കിലും പാപം ചെയ്തു പോയാൽ അവിടെ പറയുന്നു, സ്വർഗീയ കോടതിയിൽ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കുണ്ടാകും. ഈ ലോകത്തിലെ കോടതികളിൽ പ്രതികൾക്ക് വക്കീലിൻ്റെ ആവശ്യമുണ്ട്. കുറ്റം
തെളിയിക്കപ്പെടുവാൻ അത് ആവശ്യമാണ്. ആത്മീക ജീവിതത്തിലും ഇതുതന്നെയാണ്. നമ്മുടെ ശത്രുവായ സാത്താൻ നമുക്കെതിരെ കുറ്റാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ പക്ഷത്ത് നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുവാൻ കർത്താവായ നീതിമാനായ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു യോഗ്യൻ ആയത് അവൻ്റെ നീതി നിമിത്തമാണ്, പാപമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നത്. നമ്മുടെ ദൗർബല്യങ്ങളും ദുർബലതകളും അറിയുന്ന, നമ്മുടെ കണ്ണുനീരിൻ്റെ ഭാഷ കാണുന്ന ആ നല്ല കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കും. ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എഴുതി എങ്കിലും ആരെങ്കിലും പാപം ചെയ്താൽ അവൻ നിരാശപ്പെടേണ്ട, കുറ്റബോധം കൊണ്ട് വീർപ്പുമുട്ടണ്ട, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കേണ്ട. യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ നിരന്തരം നമ്മെ കുറ്റപ്പെടുത്തുന്ന സാത്താൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെന്നുള്ള ചിന്ത നമ്മെ ധൈര്യപ്പെടുത്തും. യേശു നമ്മുടെ പക്ഷത്തുണ്ട്. പാപം ചെയ്യാതെ ജീവിക്കുക. ഏതെങ്കിലും പാപങ്ങൾ അറിയാതെ ചെയ്തു പോയാൽ യേശുവിൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുക. അവിടുന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരകനാണ്. അവിടുന്ന് ശുദ്ധീകരിക്കും, അവിടുന്ന് നമ്മളെ വെടിപ്പാക്കും. സ്വർഗ്ഗപിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് ഞങ്ങളോടുള്ള കരുതലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ